ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ SIT അന്വേഷണവും ED അന്വേഷണവും ഏത് വഴിക്കാണ്? അന്വേഷണം എങ്ങനെ നീങ്ങുന്നു? ED കുരുക്ക് മുറുകയാണോ? നമ്മൾ പരിശോധിക്കുന്നു. റിപ്പോർട്ടർമാർ ചേരുന്നു. SS ശരൺ, ഹരിമോഹൻ, R റോഷിബാൽ, K സജീഷ് എന്നിവർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടികൾ വേഗത്തിലാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തന്ത്രി കണ്ഠരര് രാജീവരെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവിനെയും ചോദ്യം ചെയ്യും. വാസുവിനെ അടുത്തയാഴ്ചയും തന്ത്രിയെ മാർച്ച് ആദ്യവാരവും ചോദ്യം ചെയ്യാനാണ് നീക്കം. SS ശരൺ ചേരുന്നു. ശരൺ, ഒരു വശത്തെ SITയുടെ അന്വേഷണം നടക്കുന്നുണ്ട്, EDയുടെ അന്വേഷണം. അതിൽ സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും അതിന്റെ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതുണ്ട്. അപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യണം, N വാസുവിനെയും ചോദ്യം ചെയ്യണമല്ലേ? എന്നായിരിക്കും ചോദ്യം ചെയ്യാൻ? റോഷിനി, രണ്ട് പ്രധാനപ്പെട്ട ആളുകൾക്ക് കൂടി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് തന്ത്രിയായ കണ്ഠരര് രാജീവരാണ്. തന്ത്രി കണ്ഠരര് രാജീവരോട് അടുത്ത മാസം ആദ്യവാരം കൊച്ചി ഓഫീസിൽ ഹാജരാകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിന് പുറമെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ N വാസുവിന് സമൻസ് നൽകിയിരിക്കുന്നത്. അടുത്തയാഴ്ച കൊച്ചി ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശമാണ് N വാസുവിന് നൽകിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, SIT കേസിൽ ആരൊക്കെയാണോ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് അവർക്ക് അപ്പോൾ തന്നെ സമൻസ് അയക്കാനുള്ള നടപടികളുമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ആദ്യഘട്ടത്തിൽ ECI രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വലിയ റെയ്ഡിലേക്ക് കടന്നിരുന്നതാണ്. ഒരേ സമയം 21 ഇടങ്ങൾ റെയ്ഡ് നടക്കുന്നു. പക്ഷെ അവിടെ തന്ത്രിയുടെ വീട്ടിലേക്ക് ED ഉദ്യോഗസ്ഥർ എത്തിയിരുന്നില്ല. അങ്ങനെ തന്ത്രി അന്വേഷണ പരിധിയിൽ ഇല്ലേ എന്നുള്ള വലിയ സംശയമുണ്ടായിരുന്നു. അതിന് പിന്നാലെ കൂടിയാണ് കഴിഞ്ഞ ദിവസം തന്ത്രി കണ്ഠരര് രാജീവര് ജാമ്യം ലഭിച്ച് SIT കേസിൽ 41ാം ദിവസം അറസ്റ്റിലായി 41 ദിവസം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെ ഇപ്പോൾ ED സമൻസ് അയച്ചിരിക്കുന്നത്. ED പ്രധാനമായും വ്യക്തത വരുത്താൻ ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളിലാണ്. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അതായത് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായിട്ട് ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് തന്ത്രി കണ്ഠരര് രാജീവരാണെന്നുള്ളതാണ് SIT കണ്ടെത്തിയിരുന്നത്. ഒപ്പം തന്നെ ഗൂഢാലോചന ഭാഗമായി തന്ത്രി എന്നുള്ളൊരു കണ്ടെത്തലിലേക്കും എത്തിയിരുന്നതാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ED പരിശോധിക്കും. ഇതോടൊപ്പം തന്നെയാണ് വാജിവാഹനം. നമുക്കറിയാം, വലിയ വിവാദം ഉണ്ടായ വാജിവാഹനം, അത് കൊടിമരം പുനഃസ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ആ വാജിവാഹനത്തിലെ കൈമാറ്റം അത് ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിച്ച സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ അതിന്റെ മറവിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നുള്ളതും ED പരിശോധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡ് നമ്മൾ കണ്ടിരുന്നതാണ്. അത് മറ്റൊരു കേസാണെങ്കിൽ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നതിനിടയിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം തന്ത്രിക്ക് ഇതിൽ നിക്ഷേപമുണ്ട്, 2.5 കോടിയുടെ നിക്ഷേപം തന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വ്യക്തത വരുത്താനുള്ള ചോദ്യങ്ങൾ കൂടി ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ N വാസുവിനോട് ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. അതായത് ഏകദേശം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ മറവിൽ അദ്ദേഹം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തത വരുത്താൻ തന്നെയാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്താണ് അദ്ദേഹം ഒരു ശുപാർശ കത്ത് നൽകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടണമെന്നുള്ള കത്ത് നൽകുന്നത് അത് ഗൂഢാലോചന ഭാഗമാണെന്ന് കണ്ടെത്തിയുടെ അടിസ്ഥാനത്തിലാണ് N വാസുവിനെ SIT പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും ഇതിൽ N വാസുവിന് സാമ്പത്തിക നേട്ടം ഉണ്ടായോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം ചെയ്യലിലൂടെ ED വ്യക്തത വരുത്തുക. ഓക്കെ, അപ്പോൾ ED നീക്കം ഈ സാമ്പത്തിക ഇടപാടുകളിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.